കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ച് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ലോകം മുഴുവൻ ജീവിക്കുന്ന വിശുദ്ധ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ദിനമാണിന്ന്. 8-ാം വയസ്സിൽ പിതാവ് മരണമടഞ്ഞു. പക്ഷേ അമ്മ തൻ്റെ 3 മക്കളെയും വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവന്നു. 1929 ലൊറേറ്റോ സന്യാസ സഭയിൽ ചേർന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമം സ്വീകരിച്ച് തെരേസയായി. യുഗോസ്ലാവക്കാരിയായ ഈ പെൺകുട്ടി ഇന്ത്യയിൽ നവസന്യാസ പരിശീലനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ 2-ാം ലോകമഹായുദ്ധക്കെടുതികളും ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളിലും അഗതികളിലും തകർന്ന ബാല്യങ്ങളിലും ദൈവത്തിൻ്റെ മുഖം ദർശിച്ച് വിളിയിൽ കണ്ടെത്തി കേവലം 5 രൂപ മൂലധനവുമായി അധികാരികളുടെ ആശീർവാദത്തോടെ തെരുവിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. അഗതികളുടെ അമ്മ എന്ന ഒരു സ്ത്രീയുടെ ജൈത്രയാത്രയാണ് പിന്നീട് ലോകം കണ്ടത്. തൊട്ടികളുടെ വേഷമായ നീലക്കരയുള്ള സാരിയിൽ ആകൃഷ്ടരായി കോടിപതികളായ യുവതികളും കോടീശ്വരന്മാരായ യുവാക്കളും വരെ അവൾ ആരംഭിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സഭയിൽ അംഗങ്ങളാകാൻ ക്യൂ നിന്നു. ഇന്ന് ആ സഭ 4500-ലധികം അംഗങ്ങൾ 133 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ലോകവും സന്യാസ സഭകളിൽ പോലും സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ മതിൽക്കെട്ടിനപ്പുറത്ത് തുണിയില്ലാത്ത, ഭക്ഷണമില്ലാത്ത, പാർപ്പിടമില്ലാത്ത, ആരോഗ്യമില്ലാത്ത മനുഷ്യക്കോലങ്ങളുടെ കണ്ണുനീർ യേശുവിൻ്റെ കണ്ണുനീരായി ദർശിച്ചതാണ് ആ തുടക്കത്തിന് കാരണമായത്. ഇന്ത്യയടക്കം ലോകം മുഴുവൻ അവളുടെ സേവനങ്ങളെ പ്രകീർത്തിച്ച് അംഗീകരിച്ചു. 1962 പത്മശ്രീയും 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും 1980 ഭാരതരത്ന അവാർഡും നൽകി. മറ്റാർക്കും ലഭിക്കാത്ത വലിയ ബഹുമതികൾ അവളെ തേടിയെത്തി. വാർദ്ധക്യ സഹജമായ രോഗത്താൽ 1997 സെപ്റ്റംബർ 5 അവളുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. 2003 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവളും 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ അവളെ വിശുദ്ധയായും പ്രഖ്യാപിച്ചു. പാവങ്ങളുടെ അപ്പസ്തോല എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ മദർ തെരേസയെ അറിയാത്ത ദേശങ്ങളില്ല, മനുഷ്യരില്ല. ആർക്കും അനുകരിക്കാവുന്ന, നമ്മുടെ കൈയെത്തിപ്പിടിക്കാവുന്ന അകലത്തിലുള്ള ഇന്ത്യക്കാരിയല്ലെങ്കിലും ഇന്ത്യക്കാരിയായ മദർ തെരേസ സ്വർഗത്തിലിരുന്ന് നമുക്കായി മാധ്യസ്ഥം വഹിക്കട്ടെ.